ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ച് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പേരാമ്പ്രയിൽ വിഷയത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നടപടിയാണ്. അവിടെ ഇന്ന് വെളുപ്പിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജസ്മീന എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ വീട്ടിൽ രാവിലെ വെളുപ്പിന് പോയി അത് അവരുടെ ഹസ്ബൻഡിനെ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളെന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അരുൺ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ്. അദ്ദേഹം ഈ സമരത്തിൽ ഈ വിഷയം നടക്കുന്ന ദിവസം ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്തൊരാളാണ്. അപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ അടക്കം അറസ്റ്റ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ മാത്രമല്ല നാദാപുരത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് CKG കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യം വിജയിച്ചുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ്. അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രതിഷേധം, ഒരു ഹർത്താൽ, അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിഷേധ പ്രകടനം, അത് UDFൻ്റെ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നത് CPM ആണ്. CPM DYFI ഗുണ്ടകൾ UDFൻ്റെ ഒരു പ്രകടനത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ പോലീസ് ഇടപെടേണ്ടിയിരുന്നത് UDF പ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല. പക്ഷേ പോലീസ് അവിടെ CPMനും DYFIക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും UDYFിൻ്റെയൊക്കെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു, അതോടൊപ്പം തന്നെ ലാത്തിച്ചാർജ് നടത്തി. ഒരു MP ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി മുഖത്ത് ലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. DYSP സുനിൽ അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ച് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നിന്ന് ബഹുമാനായ ലീഡർ ശ്രീ K കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു നാമധേയമാണ് ലീഡർ ശ്രീ K കരുണാകരൻ്റേത്. ഞാൻ കടന്നു വരുന്നത് അദ്ദേഹം ദീർഘകാലം പ്രതിനിധാനം ചെയ്ത മാള എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേര്. എൻ്റെ കുടുംബം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം നിന്നതും അതോടൊപ്പം തന്നെ ലീഡറുടെ രാഷ്ട്രീയധാരക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊരു പ്രചോദനമായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കടന്നു വരാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബിനു ചുള്ളിൽ കൂടി ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. നാളെ രാവിലെ 8:30 മണിക്ക് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലും ഞങ്ങൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു പരിപാടികൾ ഉടനെ തന്നെ തീരുമാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കാനുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പേരാമ്പ്രയിലെ വിഷയം, ഈ പേരാമ്പ്രയിലെ വിഷയത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കേരളത്തിലെ മറ്റ് ഉയർന്നു വരുന്ന വിഷയങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഇന്ന് പേരാമ്പ്രയിലെ വിഷയത്തെ ഒരു മറയാക്കി ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു.